ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഡി ജിയിൽ അതായത് ജനറേറ്ററിൻ്റെ ഉള്ളിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സംഭവം, അത് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സൈറ്റിലാണ്. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്ററിനകത്ത് നമുക്ക് AVR പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ AVR അതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ AVR, അതായത് പഴയ AVR നമുക്ക് ഇപ്പോൾ വരുന്നില്ല. അപ്പം നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു AVR നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ സൈറ്റിൽ വന്ന് മൊത്തത്തിൽ ഏകദേശം എല്ലാ ഭാഗങ്ങളും ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പം എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്, നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ സൈറ്റിൽ പോയി ആ സൈറ്റിൽ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഓൾ ഓവർ എൻജിനടക്കം ഓൾട്ടർനേറ്റർ എൻജിന് അങ്ങനെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് ചെക്ക് ചെയ്ത് എല്ലാം ഒന്ന് പരിശോധിക്കും. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്. ആദ്യം നമ്മൾ അതിൻ്റെ പ്രോബ്ലം ഒരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പ്രോബ്ലം എന്താണെന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആ പ്രോബ്ലം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്തു. ഞാൻ സൈറ്റിൽ ചെന്ന് സൈറ്റിലെ ജനറേറ്റർ നോക്കുന്ന ആളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ വർക്കിലേക്ക് കടന്നു. ഇപ്പം നമുക്ക് പഴയ AVR വന്നിട്ട് എല്ലാം പിൻ ടൈപ്പാണ്, അതായത് നമുക്ക് പിന്ന് ഇറക്കി വെക്കുന്ന ടൈപ്പാണ്. പുതിയത് വന്നിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ സ്ക്രൂ ടൈപ്പാണ്. ലെഗ് നമ്മൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അത് മാത്രമല്ല, പഴയതിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ AVRൽ കണക്ഷൻ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കണക്ഷൻ മാത്രമേ ഉള്ളൂ. F1 F2 അതുപോലെ തന്നെ ആക്സിലറി വൈൻഡിങ് അങ്ങനെ ഉള്ള കണക്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ ഇതിനകത്ത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാകാത്തവർക്ക് ഞാനത് അതിൻ്റെ ഫോട്ടോ ഏറ്റവും അവസാനം ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ഫോട്ടോ നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പഴയ AVRൻ്റെ കണക്ഷൻ നമ്മൾ മാറ്റി നമ്മൾ പുതിയ AVRലേക്ക് അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഴയ AVRൻ്റെ പോലെ തന്നെ നമുക്ക് പുതിയ രീതിയിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ അതിന് ജമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാവും. ഞാനിത് AVR റെഡിയാക്കിയതിന് ശേഷം വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി മൾട്ടിമീറ്ററൊക്കെ കണക്ട് ചെയ്തതാണ്. പക്ഷേ ആ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, റെക്കോർഡായില്ല. അത് കാരണമാണ് കാണിക്കാൻ പറ്റാത്തത്. പകരം ഞാൻ അതിൻ്റെ ഡിസ്പ്ലേയിൽ കൺട്രോളർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ വോൾട്ടേജ്, RPM, നോ ലോഡിൽ, അതായത് ലോഡില്ലാതെ ആദ്യം നമ്മൾ മാനുവൽ മോഡിൽ ഇട്ടിട്ടാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്തത്. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ് വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ ഞാൻ പുതിയ AVR കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഓവർ വോൾട്ട് വന്നിട്ട് ഇത് പിന്നെ ഷട്ട് ഡൗൺ ആയി എഞ്ചിൻ. 2 പ്രാവശ്യം ഷട്ട് ഡൗൺ ആയി. അപ്പോൾ നമുക്ക് ഈ AVR തന്നെ നമുക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു നോബുണ്ട്. അപ്പോൾ അത് സംശയം ഉള്ളവർക്ക് കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ പ്രോബ് അതിലൊരു 2-3 പോയിൻ്റ് ഉണ്ട്. സ്റ്റേബിൾ ചെയ്യാൻ, പിന്നെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള 2-3 പോയിൻ്റ് അതിനകത്ത് ഉണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ടത് ഈ വോൾട്ടേജ് വേരിയേഷനാണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഹൈ ആയി ഇട്ടുള്ളത് കൊണ്ട് തന്നെ അത് എല്ലാ മെഷീനും, ചില മെഷീന് നമ്മളിത് നേരെ തന്നെ അങ്ങോട്ട് വെച്ചാൽ മതിയാവും, വേറെ ഒന്നും ചെയ്യേണ്ട കേസില്ല. കറക്റ്റ് വോൾട്ടേജ് അതിനകത്ത് കമ്പനി ഏകദേശം ഒരു പർട്ടിക്കുലർ
ചെക്കിങ്ങിൽ അതിൻ്റെ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് വോൾട്ടേജ്. ചില മെഷീനിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പം ആ ഓൾട്ടർനേറ്ററുമായിട്ട് കോൺഫിഗർ ആകാനായിട്ട് ചിലപ്പം ചെറിയ വ്യത്യാസം കാണും. അപ്പം നമ്മളത് നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ വോൾട്ടേജിൻ്റെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വെക്കുക. ഏകദേശം നല്ല രീതിയിലൊന്ന് ഒരു 4-5 ടേൺ തിരിച്ച് നമ്മളത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എന്താ പറയുക, പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം എൻജിൻ ഓഫായി ഓവർ വോൾട്ടേജിൽ ഓഫായി പോവുകയില്ല. പകരം നമുക്ക് കറക്റ്റ് വോൾട്ടേജ് നമുക്ക് ഏകദേശം ഡിസ്പ്ലേ കാണാൻ പറ്റും. അപ്പം നമ്മളത് നോക്കിയിട്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒന്നെങ്കിൽ ടെർമിനൽ ബോക്സിനകത്ത് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ കാണാം. ഡിസ്പ്ലേയിൽ നമുക്ക് ടെർമിനൽ ബോക്സിലാണെങ്കിൽ നമുക്കത് മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒന്ന് തിരിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ പോയി ഡിസ്പ്ലേ പോയി നോക്കുക. അപ്പോൾ ഏകദേശം എന്തേലും ഉണ്ടെന്ന് നോക്കാം. അപ്പം പിന്നെ ലോഡ് അനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. കാരണം ലോഡ് അൺബാലൻസ്ഡ് ലോഡ് വരികയാണെങ്കിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാകും. അപ്പോൾ അതിന് കണക്കാക്കി നമ്മൾ അത് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതിൻ്റെ അണ്ടർ വോൾട്ടും ഓവർ വോൾട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള രീതിയിൽ വേണം നമുക്ക് വോൾട്ടേജ് സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ വോൾട്ടേജ് സെറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ പിന്നെ ഞാനത് കറക്റ്റായിട്ട് ലോഡിൽ കുറഞ്ഞു പോയി കഴിഞ്ഞപ്പം 230 താഴെ 200 താഴേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അണ്ടർ വോൾട്ടിലേക്ക് വന്നു. പിന്നെ ഞാനത് കുറച്ച് ലോഡിൽ തന്നെ കുറച്ച് കൂട്ടി അതിൻ്റെ 230 വോൾട്ട് കണക്കാക്കി വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ഫുൾ ലോഡ് കൊടുത്ത് ചെക്ക് ചെയ്തു. എല്ലാം ഓക്കെ ആയിട്ടാണ് നമ്മൾ സൈറ്റിൽ നിന്ന് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. പിന്നെ അതിലും ഉപരിയായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ കമൻറ്റിലൂടെ തന്നെ മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റുള്ളവർക്കും അതൊരു ഉപകാരമാവും. അപ്പോൾ അതിനുവേണ്ടി ഈ വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.